ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ E13 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 64 GB ഇന്റേണലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 GB റാമേ വരുന്നുള്ളൂ. യൂണി SoC T606 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്. IP52 റേറ്റിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 13 മെഗാ ക്യാമറയും 5 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നില്ല, ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ E32 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈനും ഈ ഫോണിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും നല്ലൊരു കാര്യം തന്നെയാണ്. 8500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 11000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ 5G ഫോണുകൾ നമുക്ക് മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. മോട്ടോ G34 5G എന്ന ഫോൺ ഇപ്പം 11000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ, ആ കാര്യം ശ്രദ്ധിക്കണം. 6.5 ഇഞ്ചിന്റെ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 11000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് 5G സപ്പോർട്ട് എന്നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഡിസ്പ്ലേ ഉള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G42 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുമാത്രമല്ല AMOLED ഡിസ്പ്ലേ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8+ 2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 16 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 14000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7020 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8 GB റാമും 128 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കാണാത്ത ഒരു ഫീച്ചറാണത്. 16 മെഗാ സെൽഫി ക്യാമറയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 14000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ മോട്ടോ G84 5G എന്ന ഫോൺ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, POLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. OISന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്.
പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 നിയോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. POLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വരുന്നുണ്ട്. മോട്ടോറോളയുടെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ MediaTek Dimensity 7020 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് മോട്ടോ എഡ്ജ് 40 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രോസസ്സർ MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ 4400 mAh ബാറ്ററി വരുന്നുള്ളൂ. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും അവൈലബിൾ ആണ്. പിന്നെ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ അല്ല വേണ്ടത്. നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 30 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. വെയിറ്റ് 155 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ തിക്നെസ് 6.8 mm മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിലും 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 154 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ Snapdragon 778G+ എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 12 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 50+50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 4020 mAh ബാറ്ററി വരുന്നുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 30 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 154 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. Snapdragon 888+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+13+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 4400 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ മുൻപ് 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ആ ഒരു ഫോൺ ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺസ് വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് 2 ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. രണ്ടും ക്ലാം ഷെൽ ഫോൾഡബിൾ ഫോൺസ് ആണ്. മോട്ടോ എഡ്ജ് റേസർ 40 അതുപോലെ തന്നെ 40 അൾട്രയും. ഇതിൽ മോട്ടോ റേസർ 40 എന്നുള്ള സ്മാർട്ട് ഫോൺ 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ ഉള്ളിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ എടുത്തിട്ടുണ്ട്. 154 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പുറത്ത് 1.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4200 mAh ബാറ്ററി, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണും അവൈലബിൾ ആണ്. ഇതിലും 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ഇതിൽ പുറത്ത് 3.6 ഇഞ്ചിൻ്റെ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Snapdragon 8+ Gen 1 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 12+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 3800 mAh ബാറ്ററി, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് മോട്ടോറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.